+1 അക്കൗണ്ടൻസിയുടെ ഫൈനൽ എക്സാമിന് നാളത്തെ എക്സാമിന് 6 മാർക്കിന് ചോദിക്കുന്ന ഷുവർ 100% ഉറപ്പായിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഹംസത്ത് ലിബാൻ സാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക. ലൈവ് ഉണ്ട്. ഇന്ന് രാത്രി ലൈവ് ഇല്ല, പകരം നാളെയാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ സഞ്ജു സാംസന്റെ കളിയുണ്ട്. അപ്പോൾ എല്ലാവരും കളി കാണുമായിരിക്കും മിക്കവാറും. അതുകൊണ്ട് തന്നെ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെയും ആവശ്യപ്രകാരം നാളെ രാവിലെ 7:30 കാറ്റലിസ്റ്റിൻ്റെ ചാനൽ ലൈവ് ഉള്ളത്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുൾ ചാപ്റ്റർ ഫുൾ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ മറക്കണ്ട, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ essay ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ഫ്രം ദ ട്രയൽ ബാലൻസ് കിരണിൻ്റെ ട്രയൽ ബാലൻസ് ഉണ്ട്. ഡിസംബർ 2016 ട്രയൽ ബാലൻസ് ആണ്. 2016 ഡിസംബറിൽ. മാർച്ച് 2017 ഈ ഒരു എക്സാം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ചില ഐറ്റംസ് തരും. ചില സമയത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് തരില്ല, ഒക്കെ ഒരുമിച്ചാണ് തരിക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ്. ഇതിൽ നോക്ക്, അസറ്റും എക്സ്പെൻസുകളും മാത്രമാണ് ഡെബിറ്റ് സൈഡിൽ തരിക. ഇൻകം ക്യാപിറ്റൽ ലയബിലിറ്റി ആയിരിക്കും ക്രെഡിറ്റ് സൈഡിൽ തരിക. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ചില ഐറ്റംസ് തരും. അത് നമ്മളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ തരും. ഇവിടുത്തെ പ്രത്യേകത, ഈ കോളത്തിൽ അഥവാ ആദ്യം തരുന്ന ഐറ്റംസുകൾ ഇതെല്ലാം ഒരൊറ്റ എഫക്റ്റ് ഒരു തവണ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷേ ഈ ഐറ്റംസ് ഉണ്ടല്ലോ, അഥവാ അഡീഷണൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇത് 2 സ്ഥലത്ത് മിനിമം റെക്കോർഡ് ചെയ്യണം. 2 സ്ഥലത്ത്. സോ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്താ മക്കളെ, ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാസ്റ്റ് എന്താ മക്കളെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഇവിടെ നോക്കണം, ഇതിലെ ക്യാപിറ്റൽ എന്തായാലും ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് അല്ലേ. സോ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആദ്യം എടുത്ത് ചെയ്താൽ, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഉണ്ട്, സെയിൽസ് ഒന്നും വരില്ല. ക്യാഷ് എവിടെ, ബാലൻസ് ഷീറ്റിലാണ് വരിക. മെഷീനറി എവിടെ വരിക, ബാലൻസ് ഷീറ്റിലാണ് വരിക. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിലാണ്, ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിലാണ്. ആണോ, ഈ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആദ്യം എടുത്ത് ചെയ്താൽ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ആണ് എക്സ്പെൻസും ഇൻകംസും. നോക്ക്, എക്സ്പെൻസും ഇൻകംസും നോക്ക്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്, ശരിക്കും സാറ് സ്റ്റോക്ക് അസറ്റ് അല്ലേ. പക്ഷേ സ്റ്റോക്ക് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ കാണിക്കുക, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് സൈഡിലാണ് കാണിക്കുക. ക്യാരേജ് ഇൻവേർഡും ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ക്യാരേജ്, ഫ്രൈറ്റ്, ദെൻ വേജസ്, ഇതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഇതല്ലാതെ അഥവാ നോക്കണം, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ക്യാരേജ്, ഫ്രൈറ്റ്, ചിലപ്പോൾ ഒക്ട്രോയ് ചോദിക്കും. ഇത് മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ബാക്കി എല്ലാ എക്സ്പെൻസും, സാലറി, റെൻറ്റ്, കമ്മീഷന്, ഇൻട്രസ്റ്റ്, അങ്ങനെ തുടങ്ങിയ പോസ്റ്റേജ്, വാട്ടർ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി, ഈ എല്ലാ എക്സ്പെൻസുകളും എവിടെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. കമ്മീഷൻ അല്ല സാറേ, ഈ സാലറി എക്സ്പെൻസൊക്കെ ഡെബിറ്റ് സൈഡിൽ, കമ്മീഷൻ മാത്രം ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ, റെൻറ്റ്, ഇൻട്രസ്റ്റ് ഒക്കെ തന്നാൽ അതെന്താ, അത് ഇൻകം ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിലാണ്, എക്സ്പെൻസ് സൈഡിലല്ല ഇതേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്രെഡിറ്റ് സൈഡ് ചിലപ്പോൾ ട്രിക്കി തരുന്നുള്ളത്. പർച്ചേസ് അത് ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ടാണ്. പർച്ചേസും സെയിൽസും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത് കേട്ടോ. ബാഡപ്റ്റ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അല്ല സാർ, അപ്പോൾ ഇവിടെ ഒരു ബാഡപ്റ്റ്, ഇവിടെ ഒരു ബാഡപ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ബാഡപ്റ്റ് ഞാൻ പിന്നീട് പറഞ്ഞു കേട്ടോ. ഈ ബാഡപ്റ്റ് എന്താ, ഓൾറെഡി എക്സ്പെൻസിൽ കാണിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. റിട്ടേൺ ഔട്ട്വേർഡ് നോക്കണം, ഇവിടെ പർച്ചേസ് ഇവിടെയും, അപ്പോൾ ഔട്ട്വേർഡ് ഇവിടെ, പർച്ചേസിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെയാണ് റിട്ടേൺ തരുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് സെയിൽസ് റിട്ടേൺ ആണ്. ഇവിടെയാണെങ്കിൽ എന്താ, പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ് ഉറപ്പാണ്, പർച്ചേസ് റിട്ടേൺ ആണ്. നമ്മൾ വാങ്ങിയ ഒരു വസ്തു തിരിച്ചു കൊടുക്കുകയാണ്, അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്. നമ്മൾ വിറ്റ വസ്തു തിരിച്ചു വരുമ്പോൾ റിട്ടേൺ ഇൻവേർഡ്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് സെയിലും, റിട്ടേൺ ഔട്ട്വേർഡ് പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് എന്താ ചെയ്യേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിന് മൈനസ് ചെയ്യുക. സെയിൽസ് ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. പിന്നെ ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, സൺഡേ ക്രെഡിറ്റ് ചെയ്ത് ക്യാഷ് ഇൻ ഹാൻഡ്, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ്. സാധാരണ ഡിപ്രിസിയേഷൻ സാർ ഇവിടെയല്ലേ വരിക. അപ്പോൾ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും, ഇവിടെ ഡിപ്രിസിയേഷൻ വന്നാൽ അത് P&L അക്കൗണ്ടിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ, P&L. അപ്പം സാർ ഇത് അസറ്റിന് മൈനസ് ചെയ്യണ്ടേ, വേണ്ട. ഇവിടെ തരാണെങ്കിൽ ഇവിടെ ഡിപ്രിസിയേഷൻ തരാൻ എന്ത് ചെയ്യും, അത് P&L അക്കൗണ്ടിൽ കാണിക്കുകയും വേണം, അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യുകയും വേണം. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഒക്കെ 2 സൈഡിൽ വരും. അതുകൊണ്ട് 2 കള്ളി അഥവാ ഒരു കൊമ്പ് 2 കൊമ്പ് കൊടുക്കുക. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിൽ വരും. ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ്, ക്യാരേജ് ഡയറക്റ്റാണ്, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും വരും. കമ്മീഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്മീഷൻ ഇവിടെ ഉണ്ടല്ലോ കമ്മീഷൻ എവിടെ, കമ്മീഷൻ ഉണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്മീഷൻ കൊടുക്കുക അല്ലേ, P-യിൽ. അപ്പോൾ എന്താ, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ വരും. ഈ ഐറ്റംസ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ എന്തായാലും വരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നൊക്കെ ബാലൻസ് ഷീറ്റിൽ എന്തായാലും കൊടുക്കണം.
ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എന്താ മക്കളെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? നോക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ 6 മാർക്ക്, സാർ ഇത് ഞാൻ എന്തായാലും സ്കോർ ചെയ്യും, അങ്ങനെ തന്നെ നിങ്ങൾ അങ്ങനെ സ്കോർ, ഈ വീഡിയോ കണ്ടിട്ട് സാർ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, എന്താ സാറേ ഞാൻ ഓക്കെ ആണ് സാർ, ഞാൻ 6 മാർക്ക് 6 മാർക്ക് സ്കോർ ചെയ്യും ഷുവർ എന്തെങ്കിലും നിങ്ങൾ താഴെ കൊടുക്കണം കേട്ടോ. സോ നോക്കടാ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താ രണ്ടും ഒരുമിച്ച് ചെയ്താൽ ഓഫ് ആരാണ്, കിരണ്ടതല്ലേ, ഓഫ് കിരൺ ആസ് ഓൺ 31/12/2016 അല്ലേ. ഇനി ഇവിടെ എന്താ മക്കളെ, ഇവിടെ പർട്ടിക്കുലേഴ്സ് എന്താണ്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇവിടെയും പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് കണ്ണു പൂട്ടി എഴുതിക്കോ. ഇവിടെ എന്താ ഓപ്പണിംഗ് സ്റ്റോക്ക്, എന്താ മക്കളെ ഓപ്പണിംഗ് സ്റ്റോക്ക്, എന്താ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എമൗണ്ട് ഉള്ളത് നോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതിയ കാര്യങ്ങൾ എന്താ വെട്ടിടുക, 12,500. സോ 12,500. വളരെ സിമ്പിൾ, ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കെന്താ, പിന്നെ ഇവിടെ ട്രേഡിങ്ങിൽ എന്താ ഉള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞു. അടുത്തെന്താ, ക്യാരേജ് ഉണ്ട്. സോ ക്യാരേജ് 2,500. ഇതിന് പുറമെ ക്യാരേജുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ, ഉണ്ട് അല്ലേ ഇല്ലേ. അപ്പൊ ക്യാരേജ് 2,500 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് 500. ക്യാരേജ് ഓൾറെഡി 2,500 ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് പുറമെ എന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ്. ഇനി 2,500 നമ്മൾ കൊടുത്തു ഓൾറെഡി, ഇനി 500 കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ടോട്ടലി എത്ര, 3,000ൻ്റെ ക്യാരേജ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതിൽ 2,500 കൊടുത്തുള്ളൂ, ഇനി 500 കൂടി കൊടുക്കാനുണ്ട് അല്ലേ. നോക്ക്, 2,500 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇനി 500 കൂടി കൊടുക്കാനുണ്ട്. സോ ടോട്ടൽ 3,000. ഇനി നോക്ക് എന്താ അടുത്തത്, ക്യാരേജ് കഴിഞ്ഞു. ഇതിന് ഇനി എന്താ ട്രേഡിങ്ങിൽ വരിക, പർച്ചേസ് 30,000 അല്ലേ. പർച്ചേസ് 30,000 മൈനസ് റിട്ടേൺ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ 2,000. സോ പർച്ചേസ് മൈനസ് 2,000, പർച്ചേസ് 30,000 ലെസ് റിട്ടേൺ 2,000, അഥവാ 28,000 വന്നു. ഇനി എന്താ ഉള്ളത്, ഡയറക്റ്റ് ട്രേഡിങ്ങിൽ എന്താ ഉണ്ടാവുക, ഇനി സെയിൽസിന് 41,000. സോ സെയിൽസ് അതും കൂടി മാത്രമേ ഉള്ളൂ. സോ സെയിൽസ് 41,000. പക്ഷേ ഇവിടെ ഇല്ലാത്ത ഒരു ഐറ്റം ഉണ്ട്, എന്താ മക്കളെ, ക്ലോസിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ വരിക. സോ 10,000 രൂപ. സോ 10,000. ഇവിടെ സെയിൽസ് റിട്ടേൺ ഇല്ല കേട്ടോ. സോ അതുകൊണ്ട് ഇതെന്താ, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടോട്ടൽ ചെയ്യാണ്. 51,000. ഇവിടെയും 51,000. ഇവിടെ എത്രയാ, 12,500, 15,500, 23,500, 43,500. എത്ര, 43,500. സോ 43,500 മൈനസ് ചെയ്യുമ്പോൾ, 43,500 മൈനസ് ചെയ്യുമ്പോൾ ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. 51,000 43,500 മൈനസ് 6,500, 7,500. എത്ര, 7,500 ഗ്രോസ് പ്രോഫിറ്റ്. എന്താ മക്കളെ, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും, ഇവിടെ എന്താണ്, ബൈ അല്ലല്ലേ, ബൈ ഗ്രോസ് പ്രോഫിറ്റ്, അഥവാ 7,500. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സോറി ട്രേഡിംഗ് അക്കൗണ്ട്. ഇതാണ് രണ്ടാമത് വരിക്കുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഡയറക്റ്റ് നമുക്ക് കിട്ടിയത് 7,500 രൂപയാണ് പ്രോഫിറ്റ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങൾ എഴുതേണ്ടത്. നോക്കാം. ട്രേഡിംഗ് കഴിഞ്ഞില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി ഉണ്ട് 3,000 രൂപ. സോ സാലറി 3,000 കൊടുക്കണം. എവിടെ സാലറി 3,000, 3,000 റുപ്പീസ്. ഇനി എന്താ ഉള്ളത്, കമ്മീഷൻ. ക്രെഡിറ്റ് അല്ലേ കമ്മീഷൻ. നോക്ക്, 4,000 രൂപ കമ്മീഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് കമ്മീഷനിൽ 700 അഡ്വാൻസ്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് എന്താണ്, ബൈ കമ്മീഷൻ 4,000 ലെസ് അഡ്വാൻസ് 700. ഈ 4,000-ൽ 700 അഡ്വാൻസ് തന്നാൽ, ആക്ച്വലി കമ്മീഷൻ കിട്ടിയല്ല, നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള വർക്കിൻ്റെ അഡ്വാൻസ് ആണ്. അപ്പം 3,300 മാത്രമേ ഇവിടെ വരുള്ളൂ. ഇനി എന്താ P&L ഒന്ന് ഒക്കെ കഴിഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാഡ് ഡെപ്റ്റ് 1,000. അപ്പോൾ ബാഡ് ഡെപ്റ്റിനെ കൂടെ ഇവിടെ മറ്റൊരു ബാഡ് ഡെപ്റ്റ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യുക, യെസ് പറഞ്ഞുതരാം. ബാഡ് ഡെപ്റ്റ് 1,000. ഇനി പറയുന്നുണ്ട്
അഡീഷണലി അഥവാ എന്താ പ്രൊവൈഡ് 5% ഓഫ് ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പം ഈ ഡെപ്റ്റേഴ്സ് എത്രയുണ്ട്? 24,000 രൂപേൻ്റെ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഈ 24,000 ഇൻറ്റു 5%, 5%. കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1,200. എത്രയാ? 1,200. അപ്പോൾ 1,200 കൂടി എന്ത് ചെയ്യണം? ബാഡ് ഡെപ്റ്റ് കാണിക്കണം. അപ്പം 1,200 എന്താ? അഡീഷണൽ ബി ഡി മീൻസ് ബാഡ് ഡെപ്റ്റ്. നിങ്ങൾ ഫുൾ ചെയ്തണം കേട്ടോ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ. 2,200. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ടോട്ടൽ എത്ര? 1,000ഉം 1,200. 2,200 ടോട്ടൽ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ബാഡ് ഡെപ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ഉള്ളത്? ഇനി അടുത്ത എന്താ പി എൻ്റെ ഉള്ളത്? ഡെപ്റ്റ്. ഇതാ ജനറൽ എക്സ്പെൻസ് 2,000 ഉണ്ട്. സോ ജനറൽ എക്സ്പെൻസും ഡിപ്രിസിയേഷനും ഉണ്ട്. സോ ജനറൽ എക്സ്പെൻസ് 2,000, 1,000 രൂപ അല്ലേ ഡിപ്രിസിയേഷൻ? യെസ്, അല്ല 1,000 അല്ല, 1,500 രൂപ. സോ ഡിപ്രീസിയേഷൻ 1,500. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ക്ലോസ് സ്റ്റോക്ക്, ക്യാരി ഔട്ട്സ്റ്റാൻഡിങ് കഴിഞ്ഞു. ഓക്കെ, എല്ലും കഴിഞ്ഞു. എല്ലും സാറ് ബാഡ് ഡെപ്റ്റ് 2 സ്ഥലത്ത് എഴുതി, ക്യാരേജ് 2 സ്ഥലത്ത് എഴുതി, ക്യാരേജ് 2 സ്ഥലത്ത് എഴുതി. ഇതൊക്കെ ക്ലോസ് സ്റ്റോക്കും 2 സ്ഥലത്ത് എഴുതി. എവിടെ? അത് ക്ലോസ് സ്റ്റോക്ക് അസസ് സൈഡിൽ എഴുതണം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ടോട്ടൽ ചെയ്യാൻ വേണ്ടി പോവുക. ടോട്ടൽ ചെയ്യുമ്പോൾ നോക്ക്, ഇവിടെ ഈ സൈഡാണ് കൂടുതലുള്ളത്. ഈ സൈഡ് ഇവിടെ 10,800. എത്രയാണ്? 10,800. 10,800 ഉണ്ട്. അപ്പോൾ ഇപ്പുറം സൈഡിൽ എത്രയാണ്? 3,000, 5,200, 7,200, 8,700. 8,700 കഴിഞ്ഞാൽ 2,100. 2,100 എന്താ മക്കളെ? നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് 2,700. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 10,800 വരും. 5,200, 7,200, 8,700, 8,800, 10,800. 10,800 രൂപ. സോ 2,100 ആണ് എന്ത് മക്കളെ? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ബിസിനസ്സിൽ ടോട്ടൽ പ്രോഫിറ്റ്. ഇത് എങ്ങോട്ടേക്ക് മാറ്റും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുക. എന്താ മക്കളെ? ബാലൻസ് ഷീറ്റ്. ലാസ്റ്റ് ഇത് 2 മിനിറ്റ് വേണം. 1 മിനിറ്റ് കൊണ്ട് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറ്റും. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറ്? ആദ്യം അസറ്റ് സൈഡ് ചെയ്യുക, പിന്നെ ലയബിലിറ്റി സൈഡ് ചെയ്താൽ മതി കേട്ടോ. ബാലൻസ് ഷീറ്റ് ഓഫ് കിരൺ ആസ് ഓൺ 31/12/2016 അല്ലേ? ഓക്കെ. സോ ഇവിടെ എന്താ? ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്. ഫസ്റ്റ് നോക്കണം, ആകെ കുറച്ച് അസറ്റുകളേ ഉള്ളൂ ഇവിടെ. ക്യാപിറ്റൽ ഉണ്ട്. നമ്മൾ ആദ്യം എന്താ? അസറ്റ് സൈഡ് ചെയ്താണ് അല്ലേ? സോ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ഐറ്റം എന്താ? ഡെപ്റ്റേഴ്സ് 2,400. പക്ഷേ 2,400 നമ്മൾ എന്ത് ചെയ്തു? ബാഡ് ഡെപ്റ്റ് 1,200 കുറച്ചില്ലേ? ഈ 1,000 അല്ല, ഇവിടെ ബാഡ് ഡെപ്റ്റ് ഓൾറെഡി ഉണ്ട്. അതല്ല, നമ്മൾ അഡീഷണലി തന്നതാണ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കേണ്ടത്. സോ ബാഡ് ഡെപ്റ്റ് എത്രയാ? ഡെപ്റ്റേഴ്സ് 24,000 മൈനസ് ബാഡ് ഡെപ്റ്റ് 1,200. അപ്പോൾ 23, 22,800. സോ ഡെപ്റ്റേഴ്സ് ചെയ്തു. ഇനി എന്താ ബാലൻസ് ഷീറ്റ് ഉള്ളത്? ഡെപ്റ്റർ കഴിഞ്ഞാൽ ക്യാഷ് 6,500. എത്ര മക്കളെ? ക്യാഷ് 6,500. സോ ക്യാഷ് 6,500. ഇനി ഒറ്റ ഐറ്റംസ് കൂടിയുള്ളൂ. എന്താ മക്കളെ? മെഷീനറി 52,000. മെഷീനറി 52,000. വേറെ എന്തെങ്കിലും ഉണ്ടോ? നോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. കണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ എഴുതി. എവിടെ? നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് എഴുതി, ഇപ്പം ബാലൻസ് ഷീറ്റിലും എഴുതി. സോ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000. 62, 82. യെസ്, നോക്കാം. ഇവിടെ ഇത് അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി അല്ലേ? സോ 28, 29,300, 31, 81,300, 91,300. 91,300 റുപ്പീസാണ് ടോട്ടൽ അസറ്റ് സൈഡ്. ഇനി ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്യാപിറ്റൽ എഴുതണം 80,000. സോ ക്യാപിറ്റൽ 80,000. എന്താ ഇന്നർ സൈഡിൽ? ഇവിടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഡ്രോയിങ്സ് ഇല്ല. പക്ഷെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. പ്ലസ് നെറ്റ് പ്രോഫിറ്റ് 2,100. ഈ വർഷത്തെ ലാഭമല്ലേ? ഈ ലാഭം നമ്മൾ എന്ത് ചെയ്യും? ഓണർക്ക് കൊടുക്കണ്ടേ? സോ അത് ഓണറെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. സോ ടോട്ടൽ 82,100. ടോട്ടൽ 82,100. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്ക്, ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെന്താ ബാലൻസ് ഷീറ്റ് ഉള്ളത്? ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സിൻ്റെ എത്ര? 8,000. സോ ക്രെഡിറ്റേഴ്സ് 8,000. ഇനി ഇത് മാത്രമാണോ? അല്ല, നോക്ക്. ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ക്യാരേജിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതാ ഇനി 500 രൂപ ഇനിയും കൊടുക്കാനില്ലേ? ലയബിലിറ്റി അല്ലേ? സോ അത് ബാലൻസ് ഷീറ്റ് വരുമെന്ന് പറഞ്ഞില്ലേ? സോ ക്യാരേജ് ഔട്ട്സ്റ്റാൻഡിങ്. അയ്യോ, ഇവിടെയാണോ? 500 രൂപ.
അടുത്ത കാര്യം എന്താ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വാങ്ങി. അപ്പോൾ അഡ്വാൻസ് തിരിച്ചു കൊടുക്കണ്ടേ? അഡ്വാൻസ് വാങ്ങിച്ചാൽ എന്ത് ചെയ്യും, അത് നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. സോ അത് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. അഡ്വാൻസുകൾ വാങ്ങിയതൊക്കെ എന്താ, ലയബിലിറ്റി. സോ കമ്മീഷൻ അഡ്വാൻസ് 700 700 റുപ്പീസ്. പിന്നെന്താ സാറേ, അപ്പം ഡെപ്റ്റ് ബാഡ് ഡെപ്റ്റ് ഈ 1200 നമ്മൾ ഓൾറെഡി ഇവിടുന്ന് കുറച്ചുണ്ട്. ഓൾറെഡി കണ്ടോ, ഇതാ ഇവിടുന്ന് കുറച്ചിട്ടുണ്ട്, ഇവിടെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ 1200 കണ്ടോ, എല്ലാ ഐറ്റംസും 2 സ്ഥലത്ത് വരും. സോ ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 2 സ്ഥലത്ത്, ട്രേഡിങ്ങിലും കാണിച്ചു, ബാലൻസ് ഷീറ്റിലും കാണിച്ചു, ക്യാരേജ് കാണിച്ചു, കമ്മീഷൻ അഡ്വാൻസ് കാണിച്ചു, ഇതും കാണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലയബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്ത് നോക്ക്. ഓട്ടോമാറ്റിക്കലി ഇത് 2 സൈഡും ടോട്ടൽ ആയിരിക്കും. 82 100, 90 100, 90 600, 91 300, 91,300 റുപ്പീസ് ഉണ്ടോ, 2 സൈഡും ഈക്വൽ ആയത്. ഇതാണ് ബാലൻസ് ഷീറ്റ്സ്, ഇതാണ് P&L അക്കൗണ്ട്, ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. കണ്ടോ, ഇതോടുകൂടി 6 മാർക്കിന് ഫുൾ. ഇത്ര ലെങ്തി ക്വസ്റ്റ്യൻ വരില്ല, നിങ്ങൾക്ക് കുറച്ചും ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം പണ്ട് ഇത് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരുന്നു, അന്നാണ് ഇത്ര ലെങ്ത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും ചെറിയ ക്വസ്റ്റ്യൻ തരില്ല. അതുകൊണ്ട് ഇത് ചെയ്ത് പഠിച്ചാൽ ഉറപ്പാ മക്കളെ, ആ 6 മാർക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സെറ്റ് ആക്കണം. ഓൾ ദ ബെസ്റ്റ്. ലൈവ് മറക്കരുത്, ഫ്രണ്ട്സിനെ കൂട്ടി വരിക. ഇഷ്ടപ്പെട്ടാൽ താഴെ 6 മാർക്ക് ഞാൻ നേടും എന്ന് പറഞ്ഞത് കമൻറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സീ മക്കളെ.